മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീണ്ടും പുലി. ജനവാസ മേഖലയായ മണ്ണാർമല മാട് റോഡിലാണ് പുലി ഇറങ്ങിയത്. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. വിവരങ്ങളുമായി പെരിന്തൽമണ്ണയിൽ നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, എപ്പോഴാണ് ഈ പുലിയെ ഇത്തരത്തിൽ കണ്ടത്? ഈ വനംവകുപ്പ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ടോ? പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയാണ്? ഇന്നലെ രാത്രി 10 കൂടിയാണ് CCTV ക്യാമറയിൽ ഈ പുലിയെ കണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുലിയെ കണ്ട ഈ സ്ഥലത്താണ്. ഇവിടെയാണ് ഈ CCTV ക്യാമറ സ്ഥാപിച്ചത്. നാട്ടുകാർ സ്ഥാപിച്ച CCTV ക്യാമറയാണ്. ഈ ക്യാമറയിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അത് ഇന്നലെ രാത്രി 10 കൂടിയായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്തുള്ളത് റോഡാണ്. പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. ഇതാണ് മണ്ണാർമല റോഡ്. ഇത് അപ്പുറത്തെ ചെറിയ ഗ്രാമപ്രദേശത്തേക്ക് പോകുന്ന ഒരു റോഡ് തന്നെയാണ്. പക്ഷേ ഇതൊരു വനപ്രദേശവും ഒന്നുമല്ല. സാധാരണ ജനങ്ങളുടെ ഒരു തെങ്ങിൻ തോട്ടമാണ്, അപ്പുറത്ത് റബ്ബർ തോട്ടമുണ്ട്. ഇത്തരത്തിൽ ഈ സാധാരണ ജനവാസ മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പുലിയുടെ സാന്നിധ്യം കണ്ടത്. ഇത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവിടെ ഉണ്ട് എന്നുള്ള സംശയമുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് CCTV ക്യാമറ സ്ഥാപിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെയും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പുലിയും നാട്ടുകാരുടെ ആശങ്കയെക്കുറിച്ച് നാട്ടുകാർ തന്നെ പറയും. എന്താണ്, എപ്പോഴാണ് ഈ പുലിയെ ഇങ്ങനെ കണ്ടത്? പുലിനെ കാണൽ തുടങ്ങിയിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു മാസത്തിൽ 3-4 പ്രാവശ്യമൊക്കെ പുലി ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തു കൂടിയും പാസ് ചെയ്യുന്നുണ്ട്. ക്യാമറ ഞങ്ങൾ നാട്ടുകാരൊക്കെ പാടെ കൂടിയും സ്ഥാപിച്ച ക്യാമറയാണ്. ഇത് ഇവിടെ വെക്കും, അവിടെ വെക്കും. ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു 10:30ക്കാണ് ഈ പുലി ഇതിൽ കണ്ടുമുട്ടിയത്. ഒരുപാട് പ്രാവശ്യം വനവകുപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓല അനാസ്ഥ കാലമാണ് ഇപ്പോൾ ഈ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ആൾക്കാർ താമസിക്കുന്ന ഇടം തന്നെയല്ലേ? ആൾക്കാർ അതിന്റെ അപ്പുറത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. 400 പെരക്കാടിലൊരു ഗ്രാമപ്രദേശമാണ് ഇതിന്റെ നേരെ തൊട്ടപ്പുറത്ത്. നേരത്തെയും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവിടെ. പുലി ഒരുപാട് 5-6 വർഷത്തിന്റെ മേലെ കൊണ്ട് ഇവിടെ പുലിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് പുലിനെ ഒന്ന് കുറച്ചപ്പുറത്ത് തന്നെ പുലിനെ പിടിക്കിട്ടുണ്ട്. പിന്നെ ഇവിടെ മുല്ലാവർഷി അറിയുന്ന സ്ഥലത്ത് പുലിനെ കെണി വെച്ച് പിടിച്ചിട്ടുണ്ട്. അവിടേക്ക് പോകുന്ന ഒരു പാസിംഗ് ഏരിയ ആണിത്. ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാൻ എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം പുലിനെ കണ്ടിട്ടുണ്ട്. യാത്രക്കാർ സ്ഥിരമായിട്ട് കാണുന്നതാണ് പുലിനെ. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന യാത്രക്കാർ പുലിനെ സ്ഥിരമായിട്ട്. മൃഗങ്ങളെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്, പട്ടികളെ കൊന്നിട്ടുണ്ട്, ആടുകളെ കൊന്നിട്ടുണ്ട്. ഒരു സുഹൃത്ത് പിന്നെ തോട്ടം പാട്ടത്തിനെടുത്തിരുന്നു. അപ്പോൾ കുരങ്ങ് ശല്യമുണ്ട് ഈ തേങ്ങൻ്റെ ഒക്കെ. അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ ഈ പട്ടികൾ ഈ നായ്ക്കളെയൊക്കെ കൊണ്ടുപോയി കെട്ടിയാൽ അവർ സൗണ്ട് ഉണ്ടാക്കിയാൽ കുരങ്ങ് പോവും. പക്ഷെ ആ നായ്ക്കളൊക്കെ ഈ പുലി കടിച്ചു തിന്നാണ്. ഇപ്പൊ അയാള് ആ സ്ഥലം ഒഴിവാക്കി. ഇപ്പൊ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് വനംവകുപ്പിന്റെ അനാസ്ഥത്തിന് നല്ലോണമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് നേരം വെളുത്തിട്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടും ഇത്ര സമയമായിട്ടും പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുവരെ ഇവിടെ സന്ദർശിച്ചിട്ടില്ല. കാരണം ഒരുപാട് ദൂരത്തൊന്നല്ല, എത്തേണ്ട സമയം ഒരുപാട് ആയി. കാരണം നാട്ടുകാർക്ക് ഇത്ര ഭീതിയിലൊരു കാര്യമായിട്ട് പോലും ഇതുവരെ അവിടെ ഭാഗത്തുനിന്ന് പിന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അവർ കൂട് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അതിന്റെ ചെലവുകളൊക്കെ ഞങ്ങൾ വഹിക്കണം, നാട്ടുകാർ വഹിക്കണം. ഈ ക്യാമറ ഞങ്ങളെ സ്വന്തം ചെലവിൽ വെച്ചതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പിന്നെ വനംവകുപ്പുകാരനൊരു വിഭാഗം എന്തിനാണ്? കാരണം വെച്ചാൽ നാടുകളിൽ ഉള്ള ജനങ്ങളുടെ ഭീതി അകറ്റാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള സത്യത്തിൽ പിന്നെ സഹകരണം കുറവാണെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം. ഈ ഇത്രയും സമയം എത്തായിട്ട് ഒരു പ്രതിഷേധം ഞങ്ങൾ നാട്ടുകാരെ അറിയിക്കുകയാണ്. നഗരസഭയും പഞ്ചായത്ത് നഗരസഭന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ആളുകൾ എത്തിയിട്ടില്ല. പക്ഷെ നഗരസഭ അവരെ സംബന്ധിച്ചുള്ള അവിടെ ഒരു അതിരാണ്. ഞങ്ങളെ കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന പറഞ്ഞാൽ ഈ റോഡിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഏറ്റവും തിരക്കുള്ള ഒരു റോഡാണിത്. 24 മണിക്കൂറും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാലേ ഉള്ളൂ അത് നമുക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. അതുവരെ പിന്നെ വനം വകുപ്പാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അശ്രദ്ധയായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവാറ്. അപ്പോൾ അത് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളോട് പറയാനുള്ളത്. അതുതന്നെയാണ് അതിര. വലിയ ആശങ്ക തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം ഉള്ളത്. കാരണം ഒരു പുലിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ തന്നെ നാട്ടുകാരുടെ താല്പര്യപ്രകാരം സ്ഥാപിച്ച ഒരു CCTV ക്യാമറയിൽ അത് പതിയുന്നു. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. അവർ ഇതിനെ അത്ര ഗൗരവമായി കാണുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത്. അതിര. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് വീണ്ടും ഭീതിയായി പുലി ഇറങ്ങിയിരിക്കുന്നത്. നാട്ടുകാർ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല
എന്നുള്ള ആക്ഷേപമാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശം നൽകിയത്.